സാരി മടക്കി വെക്കുന്നത് ഇവള് കണ്ടു. അത് കോട്ടാണെന്ന് ഇവള് വിചാരിച്ചിരുന്നേ. അത് സാരിയല്ല, കോട്ട് തന്നെ അച്ഛാ. ഞാൻ കണ്ടതാണല്ലോ അച്ഛാ. ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. മോളെ, അതെല്ലാം കൂടി വലിച്ചു വാരി താഴെ ഇടല്ലേ. ഞാൻ പറഞ്ഞില്ലേ അതമ്മയുടെ കറുത്ത സാരിയാണെന്ന്. അല്ല അമ്മ, മോളത് ഫോട്ടോയിട്ട് വെറുതെ തോന്നിയതാ. ഉണ്ട്, ഞാൻ നോക്കട്ടെ. ദേ ഈ ഇരിക്കുന്നതോ? അയ്യോ അല്ല മോളെ, മാറ് അമ്മ, ഞാൻ അതമ്മയുടെ എടുക്കട്ടെ. കറുത്ത സാരി. അച്ഛനെ കാണിക്കണം. മാറ്. വിടില്ലേ? വിടമ്മേ, വിട് എന്നെ. മോളെ, പറയുന്ന കേക്ക്. വിട്. തന്നെ. വിട്ടു മോളെ. ഇതമ്മ തന്നെ. അങ്ങോട്ട് താ. അമ്മ താ. അമ്മേ, തന്നെ എനിക്ക്. എന്റെ നടി മേടിക്കേ. ഇല്ല, ഇറങ്ങില്ല. അമ്മേ, വിടമ്മേ, എനിക്ക് വേണം. വിട്. ഇറങ്ങാൻ പോണേ ഉള്ളൂ. അമ്മേ, വിടമ്മേ, എനിക്ക് വേണം. ഓ, ആ കേസ് വെച്ചിട്ടുണ്ടോ? ശരി, ഞാൻ നോക്കിക്കോളാം. ഇല്ലില്ല, ഞാനിപ്പോ തന്നെ ഇറങ്ങാം. ശരി. എടോ, ഒരു എമർജൻസി കേസുണ്ട്, ഞാൻ ഇറങ്ങാം. അപ്പൊ ശരി മോളെ, വൈകിട്ട് കാണാം. ശരി അച്ഛാ. ശരി ഇടോ. ശരി. അമ്മ എന്തിനാ കള്ളം പറഞ്ഞത്? അത് സാരിയല്ല, കോട്ട് തന്നെയാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മോള് പോയിട്ട് അച്ഛമ്മയോട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തരാൻ പറ. അമ്മ ഇപ്പൊ വരാം. ചെല്ല. ചെല്ല് മോളെ, ചെല്ല്. അപ്പോ അവള് പൂർണ്ണമായും കനകാംബരന്റെ വലയിൽ വീണു അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയമില്ല മാഡം. ആദ്യം അവള് വലിയ താല്പര്യമൊന്നും പറഞ്ഞില്ലെങ്കിലും അവൾ ഒരു സാധാരണ പെണ്ണല്ലേ മാഡം. മേക്കപ്പ് ചെയ്യാനും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിക്കാനും ഒക്കെയുള്ള ആഗ്രഹം അവളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. അങ്ങനെ അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. താൻ കാണുന്നതൊന്നും അല്ല അവരുടെ വേരുകൾ. വിത്ത് ഗുണം വേറെയാ. അവന്തിയെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തിലാ സച്ചിയും ആ വക്കീലും അല്ല. അവർക്ക് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ അടിയായത്. കനകാംബരൻ, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. റോണിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മാഡം. അവളെ മേഡത്തിന്റെ വരുതിയിൽ നിർത്താനുള്ള എല്ലാ വിഷ്വൽസും അവൻ ഷൂട്ട് ചെയ്തു തരും. പരസ്യം ഷൂട്ട് ചെയ്യാനുള്ള തീയതി തീരുമാനിച്ചോ? തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ എന്റെ ഓഫീസിൽ വെച്ച് ഷൂട്ടിംഗ് നടക്കും. അവനും കുടുംബം ഇനി തല ഉയർത്തി നടക്കരുത്. ഞാൻ പറഞ്ഞത് കനകാംബരന് മനസ്സിലായോ? മനസ്സിലായി മാഡം. ഇനി അവൾ നമ്മുടെ കയ്യിലൊരു പാവയായിരിക്കും. മേഡം പറയുന്നതനുസരിച്ച് മാത്രം ചലിക്കുന്ന പാവ. മതി മതി, വലിയ ബഹുമാനമൊന്നും കാണിക്കില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സും അല്ലേ? എന്താണ് സാറിന്റെ ഇപ്പൊ ഇവിടുത്തെ ഡ്യൂട്ടി? ദാ, ഇവൻ തന്നൊരു പരാതി എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് അന്വേഷിക്കാൻ വന്നതാ. എന്തിനാണ് അവന്തികാമ്മയുടെ ഇവനെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ചത്? അത് കള്ളപ്പരാതിയാണെന്ന് സാറിനോട് ആരാ പറഞ്ഞു? അത് ശരി. അപ്പൊ സന്ദീപിനെ കാണാനില്ലെന്നുള്ളത് സത്യം തന്നെ അല്ലേ? അല്ല, അവൻ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലായിരുന്നല്ലോ താമസം. പിന്നെ അവിടെ നിന്ന് എങ്ങനെ കാണാതെ പോയി? അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയാണല്ലോ. എനിക്കെന്ത് ഉത്തരവാദിത്വം? മൂർത്തി,
താൻ ആ പരാതി അങ്ങ് പിൻവലിച്ചേക്ക്. എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവനെ കണ്ടുപിടിച്ച് സാർ തന്നെ അവന്റെ വീട്ടിലെത്തിച്ചോട്ടെ. ഇവൻ പറയുമ്പോ പരാതി മേടിക്കാനും പരാതി പിൻവലിക്കാനും പോലീസ് സ്റ്റേഷനെ ഇവന്റെ തറവാട് സ്വത്തല്ല. ആ മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് ഇനി പിൻവലിക്കാൻ പറ്റില്ല. അത് ഞാൻ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ അറ്റം കണ്ടെത്തിയിട്ടേ രാജീവ് മടങ്ങും. നിയമത്തിന് വഴിക്കുന്ന പോവാം. തൽക്കാലം എന്റെ ചോദ്യങ്ങൾക്ക് രണ്ടുപേരും മറുപടി പറഞ്ഞേ പറ്റൂ. ഞാനെന്തിനാ മറുപടി പറയുന്നേ? എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. സന്ദീപ് ഒരു സാധാരണക്കാരനല്ല, നെല്ലിശ്ശേരി കുടുംബത്തിലൊരു അംഗമാണ്. നിങ്ങളുടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോഴാണ് സന്ദീപിനെ കാണാതാവുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് ആരെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ മതി, രണ്ടുപേരും തൂങ്ങും. അതിനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. സാറിനെ നിയമം പഠിപ്പിക്കാൻ ഇറങ്ങിയതാണോ? സന്ദീപ് അവന്റെ ഇഷ്ടപ്രകാരമാണ് ഗസ്റ്റ് ഹൌസിൽ താമസിച്ചത്, അല്ലാതെ ആരും അവനെ പൂട്ടിയിട്ടിട്ടില്ല. എന്നിട്ട് സന്ദീപ് ഇപ്പൊ എവിടെ? ഒരു കാര്യം ഞാൻ പറയാം, ഇതിപ്പോ ഒരു മാൻ മിസ്സിംഗ് പരാതിയാ. പക്ഷെ എപ്പോ വേണമെങ്കിലും ഇതൊരു മർഡർ കേസായി മാറും. പിന്നെ രണ്ടുപേരും പോകുന്നതേ കൊലക്കേസിലെ പ്രതിയായി ജയിലിലേക്കായിരിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞു, അവനെ നിങ്ങൾ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ച്? അതോ അവനെ ക്ലീൻ ആയിട്ട് അങ്ങ് തട്ടിയോ? സാറിന്റെ ഈ പോലീസ് ബുദ്ധി എന്റെ അടുത്ത് കാണിക്കണ്ട. ഓ, സന്ദീപിനെ ഇല്ലാതാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? എന്റെ ഗസ്റ്റ് ഹൌസിൽ താമസിച്ച ഒരാളെ ഞാൻ ഇല്ലാതാക്കി എന്ന് പറയുന്ന നിങ്ങൾ എന്തൊരു വിട്ടിയാ? ഇതേ പോലീസ് ബുദ്ധിയല്ല, വെറും സാമാന്യ ബുദ്ധി.